കെ.സി. വേണുഗോപാലിനെ ദേശീയ നേതാവാക്കിയത് കുറുവാസനം കുഞ്ഞമ്മ. ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവാം, ഈ കെ.സി. വേണുഗോപാൽ എങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവായി എന്ന്. ദേശീയ തലത്തിൽ പാർട്ടിയിൽ ധാരാളം മിടുമിടുക്കന്മാരുണ്ട്, വാഗ്മികളുണ്ട്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന്. ഡൽഹിക്ക് പിടയ്ക്കുന്ന തിരതമീനും കൊണ്ടുപോയി കേന്ദ്രമന്ത്രി സ്ഥാനം മേടിച്ചവർ കോൺഗ്രസിൽ ഒരു കാലത്തുണ്ടായിരുന്നു. അതുപോലെ പലതരം ചരക്കുകൾ വിമാനമാർഗം എത്തിച്ച് പ്രീതി നേടിയവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പാർട്ടിയുടെ ദേശീയ നേതാവെന്ന് പറഞ്ഞാൽ മലരാണ്, അതായത് പോപ്കോണിൻ്റെ വില പോലുമില്ല എന്നർത്ഥം. കെ.സി. വേണുഗോപാലിനെ ദേശീയ നേതാവാക്കിയത് കുറുവാസനവും കുറുവാസനം കുഞ്ഞമ്മയുമാണെന്നാണ് ജോസഫ് പാതിരി പറയുന്നത്. കെ.സി. വേണുഗോപാൽ കുറുവാസനത്തിലെ ഒരു നിത്യ സന്ദർശകനാണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യവും ശോഭാ സുരേന്ദ്രൻ കടുത്ത വെല്ലുവിളി ഉയർത്തിയിട്ടും കെ.സി. രക്ഷപ്പെട്ടത് കുറുവാസനം കുഞ്ഞമ്മയുടെ ഉടമ്പടി കൊണ്ടായിരുന്നു പോലും. കെ.സി. കുഞ്ഞമ്മയുടെ ആ ഉടമ്പടി എടുക്കുകയും കിടക്കാൻ നേരം മഞ്ഞ നീലത്തിരികൾ ചുറ്റും കത്തിച്ചു വെക്കുകയും ലോക്കറ്റ് കഴുത്തിൽ കെട്ടുകയും ഉപ്പെടുത്ത് വായിലിടുകയും ചെയ്യുമായിരുന്നു. അതുപോലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയപ്പോഴും വോട്ട് ചെയ്യാൻ പോയപ്പോഴും ഫലപ്രഖ്യാപനം കേൾക്കുവാൻ പോയപ്പോഴും കുറുവാസനം ഉടമ്പടി 4 എണ്ണം എടുത്ത് ചുരുട്ടിയെടുത്ത് 4ആയി മടക്കി തൻ്റെ നിക്കറിൻ്റെ സൈഡിൽ വെച്ചിട്ടും ഉണ്ടായിരുന്നത്രേ. അതുപോലെ കുറുവാസനത്തിൽ പോയി ജോസഫിൻ്റെ അനുഗ്രഹവും മേടിച്ചിട്ടാണ് അദ്ദേഹം പോയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശനും ചെന്നിത്തലയും തമ്മിലടിച്ച് ഗുരുതരമായി കിടക്കുമ്പോൾ ആ ഗ്യാപ്പിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ഉടമ്പടി എടുക്കുവാൻ കെ.സി. കുറുവാസനത്തിൽ പോയി എന്നാണ് വിവരം. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ ഉടമ്പടി എടുത്ത് കുറുവാസന തൈലം ദേഹമാസകലം പുരട്ടി കുറുവാസന കള്ളസാക്ഷ്യപത്രം ഒരു ബോഗി കൊണ്ടുപോയി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യണമെന്നാണ് കെ.സിയോട് ജോസഫ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്രകാരം അദ്ദേഹം ചെയ്യാം എന്ന് പറഞ്ഞാണത്രേ കെ.സി. കുറുവാസനത്തിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. ആ കാഴ്ച നമുക്കൊന്ന് കാണാം. തങ്ങളുടെ ഒരു 10 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കാനും ഒരു ചെറിയ മെഴുകുതിരി മേടിക്കുവാനും കെ.സിയോടവർ കേണപേക്ഷിച്ചിട്ടും അദ്ദേഹം നൈസായി വണ്ടി വിട്ടു. ഇങ്ങനെയാവണം ഒരു ദേശീയ നേതാവ്. കുറുവാസനം ജോസഫ് പറഞ്ഞിട്ടാണ് എ.കെ. ആന്റണിയുടെ മകൻ ബി.ജെ.പിയിൽ ചേർന്നത് എന്ന് ആന്റണിയുടെ ഭാര്യ എലിസബത്ത് കുറുവാസനത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. മകൻ പത്തനംതിട്ടയിൽ നിന്നാൽ ഉറപ്പായും ജയിക്കുമെന്നും വെച്ചടി കയറ്റമായിരിക്കുമെന്നും ജോസഫ് പറഞ്ഞെന്നും അന്ന് എലിസബത്ത് ആന്റണി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അനിൽ ആന്റണി ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമാണ്. കുറുവാസനം ജോസഫിനും ജോസഫിൻ്റെ കുഞ്ഞമ്മയ്ക്കും നമോഭാഗം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.